സംഭവം അത് നമ്മളങ്ങ് അത് നമ്മള് അണ്ണൻ സമ്മതിക്കുന്ന നമുക്കറിയാം, അതുകൊണ്ട് നമ്മളങ്ങ് ചെയ്ത്. എന്തോടാ അണ്ണൻ സമ്മതിക്കുന്ന അണ്ണനാണെങ്കിൽ നമ്മള് നമുക്കറിയാം, അതുകൊണ്ട് ഞങ്ങളങ്ങ് ചെയ്ത്. എന്ത് ചെയ്ത് പറയണ്ട അത് കണ്ണപ്പിന്ന് സാധനം വന്നിട്ട് ബീജം സന്തോഷമുള്ളത് നമുക്കറിയാം. ഓ കണ്ണ ഇല്ല ഇത് കേട്ട അണ്ണൻ സന്തോഷമാണ്. നമ്മളെന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കറിയാടാ, നമ്മളങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്, നമുക്കറിയാലോ. അങ്ങനെയാണോ നമ്മളെ അണ്ണൻ വളർത്തി വെച്ചേക്കുന്നത്? അങ്ങനെയാണ് നമ്മള്. ഇതെന്ത് എന്നാ സംഭവിച്ചാലേ എന്നാ 19-ാം തീയതി അല്ലേ അണ്ണ പൈസ തരുന്ന പറഞ്ഞാ. അപ്പൊ ഞാനും കണ്ടപ്പോ ഇവിടെ ബാങ്കിൽ നിന്ന് അപ്പുറത്തെ പ്ലീക്കിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് നടന്നിങ്ങനെ വരുന്നുണ്ടാ. നമ്മള് 60 ലക്ഷത്തിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഗ്യാങ്സ് സൈഡ് എത്തിയപ്പോഴത്തേക്കും ഒരു ബസ് നിറച്ച് അപ്പൂപ്പന്റെ അമ്മമാരും വൃദ്ധസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞ അച്ഛനും അമ്മമാരും ഇവിടെ മെജോറിറ്റി ആൾക്കാർക്കും അച്ഛനും എനിക്കും ചന്ദ്രനും കണ്ണാപ്പിക്കും തന്തയില്ലല്ലോ. പോലും തന്തയില്ല. ചന്ദ്രനും ഇല്ല. അപ്പം നമ്മളെന്തിനാ നമ്മളൊരു 5 ദിവസം അച്ഛനെയും 5 ദിവസം അമ്മയും കൂടെ മേടിച്ചമ്മ മേടിച്ചല്ല. അവരെ ഫുൾ ചെലവിന് TV ആണ് നോക്കണത്. നോക്കണമെന്ന് തീരുമാനിച്ചാ? ഓ അണ്ണാ നിങ്ങൾ എന്നോട് തീരുമാനിച്ചല്ലേ? നല്ല കാര്യത്തിൽ ഒരിക്കലും അണ്ണൻ കൂട്ട് എതിർപ്പ് നിൽക്കുന്നത് നമുക്കറിയാം. അണ്ണ എതിർപ്പ് ധൈര്യത്തോടെ ചെയ്താണ്. കാരണം അവരെ കാണണം പാവണ്ണ, ഫുഡ് കഴിക്കാതെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ 5 ദിവസം അച്ഛനും 5 ദിവസം അമ്മ അപ്പൂപ്പനും അമ്മ എല്ലാരും ഉണ്ടാകും. നമുക്കൊരു കുടുംബം ഇപ്പൊ പലരും. ഇപ്പൊ നമുക്ക് പറയാനുണ്ടോ ഒരു കുടുംബം തന്തണ്ടെന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കാണിക്കാൻ 5 ദിവസം തന്നുണ്ട് ഇപ്പൊ നമുക്ക്. അല്ല അങ്ങനല്ല. ഓ അണ്ണാ അപ്പം എന്റെ 30 കണ്ണാപ്പിയുടെ അല്ല എന്റെ 20 കണ്ണാപ്പിയുടെ 30 50 ലക്ഷം രൂപ എടുത്തോണ്ടാ ബസ് അടക്കം വാങ്ങിച്ച് പലാറ്റൊരു വീട്. ഓ ബസ് അടക്കം വാങ്ങിച്ച് പലാറ്റില് നമ്മളെ പണ്ടത്തെ ഗ്യാരേജ് ഇല്ലേ അവിടെ അവർക്ക് ഒരു ദിവസം പോവാ. നാളെ തന്നെ അവിടെ പോയി കാണണം. നമ്മള് പറഞ്ഞ് കണ്ണാടി വെച്ചേക്കുന്നോണ്ട് നിങ്ങക്ക് കാണാതെ എന്റെ പാൻക്രിയാസിൽ അത് കൊണ്ടത്. അണ്ണ ഒന്നാലോചന അണ്ണ അവിടെ കച്ചിന്റെ കാല് ഒത്തുപ്പം പരുന്ത് മോനെ വിളിക്കുന്നേ. ഓ അണ്ണൻ തിരിച്ച് അച്ഛാന്ന് വിളിക്കുന്ന പീരെന്നാലോചന. നല്ലൊരു മാമനെ നോക്കിയാണ് അച്ഛൻ വിളിക്കാൻ ആലോചിക്കാണ്. അല്ല അങ്ങനെ നല്ല അണ്ണ അങ്ങനെയല്ല, നല്ലൊരു അപ്പൂപ്പനാ നമ്മളെല്ലാവരും. 50 ലക്ഷം ഇത് നമ്മള് നോക്കാതെ അണ്ണനത്തേക്ക് എടുത്ത ഡിസിഷനാണ്. കാരണം അണ്ണനായിരുന്നു അതൊന്നും ചെല്ലണ്ണ. അവസാനം കേക്കാമോ? പറഞ്ഞു കേക്കുന്നുണ്ടോ? അണ്ണൻ വിചാരിക്കണ്ട നമ്മളെന്തിനാണ് ഒരു ബന്ധമില്ലാതെ 10 അമ്മ അച്ഛനെ എടുത്തത് കേട്ടാണാ? അണ്ണൻ വിചാരിച്ചില്ല അണ്ണ അങ്ങനെ. അതില് ഒരച്ഛനും അമ്മയും ഇപ്പോഴും അവരൊരു മോനെ തേടി നടക്കുകയാണ്. ആ ആഗ്രഹം എന്താണെന്നറിയാവോ? ആ മോൻ സിറ്റിയിലെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആവണോ, സിറ്റിയിലെ വലിയൊരു പണക്കാരനാണോ, സിറ്റിയിലെ വലിയ കോടീശ്വരനാവണോ? ആ മോൻ ഇപ്പോഴും അതിനുവേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് ആ അമ്മ കഥ പറഞ്ഞപ്പോ നമുക്ക് ഒരു നിമിഷത്തേക്ക് അവരെ പൈസ കൊടുത്ത് ഇതാക്കാൻ തോന്നിയില്ലണ്ണ. അതല്ല എനിക്ക് ആ തളർവാദം വന്ന് കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോഴാണ് നമ്മുടെ ഡയലോഗ് അടിച്ചണ്ണ. സെയിം മുടി സീരിയസ്ലി. എന്നിട്ട് ഡയലോഗ് എന്റെ അടുത്ത് അടിച്ച് ചത്താലോ രാജാവായിട്ട് ചാവളന്ന്. എന്റെ മോൻ എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ, പക്ഷെ അവൻ ചത്താല് രാജാവായിട്ട് ചാവളന്നാ. ഇത്രയും പറഞ്ഞിട്ട് സത്യം അണ്ണാ, ഇത്രയും പറഞ്ഞിട്ട് ഞാനും കണ്ണാപ്പി 50 ലക്ഷം പെട്ടി വെച്ചിട്ട് ഇങ്ങനെ നിക്കണണ്ണാ. അണ്ണൻ പറയണ ആ അമ്മ ബോധം കെടുന്നതിന് മുമ്പ് എന്താ പറയാന്നറിയാവോ? അണ്ണാ ബോധശ്യം വന്ന അമ്മ അച്ഛനും സൺഫ്ലവർ ഹോസ്പിറ്റലിൽ കിടത്തിട്ടാണ് നമ്മളിങ്ങോട്ട് സൺറൈസ്
എങ്ങനെയാണ് അണ്ണൻ ഇതുപോലെ അറിയാൻ പോണ അണ്ണൻ നോക്കുമ്പോ നമ്മളിങ്ങനെ വള്ളിയെടുത്ത് വളിയും വിട്ട് ആൾക്കാരെ പറ്റിച്ച് കിടക്കണം. എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് നമ്മള്. എല്ലാവരെയും point of view നല്ല അതാണ്. കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അണ്ണ ആലോചിക്കണം, അണ്ണന് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് അണ്ണന്റെ അച്ഛനും അമ്മയും കിട്ടേണ്. നാലാളുടെ മുമ്പേ അണ്ണൻ പോയി പറയുന്നതല്ലേ എനിക്ക് തന്റെ അണ്ണൻ പറയണത് അവസ്ഥ എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹം ഒന്നുമില്ല. എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടെന്നാ ഞാൻ ബാബുശേന്റെ ഫ്രണ്ട് ചേട്ടൻ അണ്ണൻ പറയുന്നതല്ലേ ഇതാണ് എന്റെ തന്ത. സത്യം എനിക്കുണ്ടാ ബാബു തന്തേ അണ്ണന് നിന്റെ തന്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബുശേന്റെ എന്തെടുത്ത് കാണിക്കും. ഇനി എന്തിനു കാണിക്കും, എന്തൊരു കാണിക്കും അണ്ണ എന്ന് പറയാ. വാസണ്ണ നമ്മളെ ചെയ്തൊക്കെ തെറ്റായിട്ട് പോകുന്നുണ്ട്. സോറി അണ്ണ, സോറി അണ്ണ, പറ്റി നമ്മൾ ഇന്ന് തന്നെ അവരെല്ലാം പറഞ്ഞ് ഇതൊക്കെ തന്നെടാ ഈയിടെയായിട്ട് എന്ത് ചെയ്ത ചേട്ടാ ഡയഗ്നോസ് കഴിഞ്ഞ് കണ്ണല്ല വെള്ളം പോയി കേറാത്ത